ഹലോ, നമുക്കിന്ന് പതിവിൽ നിന്ന് മാറിയൊരു മീൻകറി ഉണ്ടാക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളകിട്ട മീൻകറിയാട്ടോ. തേങ്ങ അരയ്ക്കുന്നില്ല, വേറൊന്നുമില്ല. അപ്പോൾ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വറ്റ എന്ന് പറയുന്ന മീനാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പതിവ് പോലെ തന്നെ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയാണ് ഞാൻ മൂപ്പിക്കുന്നത്. അത് നമുക്ക് ചാറ് കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അരച്ചും ചേർക്കാം കേട്ടോ. ഒന്ന് ചതച്ചതുപോലെ ഒന്ന് അരച്ച്, നല്ലോണം അരയരുത്, അങ്ങനെ അരച്ചും നമുക്കിതിനകത്തത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്, അരിഞ്ഞിട്ടിട്ടാണ് ചേർക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരട്ടെ. ഒരുപാട് അങ്ങ് മൂക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടി ഇട്ട് അപ്പോൾ നമുക്കതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, പക്ഷേ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണും നിറയെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം ഇതിൽ മുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്, വേറെ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. ഇത് മാത്രമാണ് ഇതിൻ്റെ കൊഴുപ്പും. അപ്പോൾ ഒരുപാട് വെള്ളവും ചേർക്കുന്നില്ല, കാരണം നന്നായി ഒന്ന് കുറുകി കിട്ടണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പും പുളിയും ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്ക് പാകമായില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ടുണ്ട്, ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. ഒന്ന് കുറുകിയിരിക്കുന്ന ചാറൊന്ന് കുറുകിയിരിക്കുന്ന കറിയാണിത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്ന കാരണം ഉള്ളി മൂപ്പിച്ച് ഒഴിക്കുന്നുമില്ല. ചുവന്നുള്ളി ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മീനെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് ഒന്ന് ചാറ് നന്നായി കുറുകി വരട്ടെ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത്, വെളിച്ചെണ്ണ ഞാൻ വീണ്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കറി റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.